നമ്മുടെ മുഖത്തിന് നല്ല സ്ത്രീത്വം, അതായത് നല്ല ഐശ്വര്യവും എല്ലാവരും നമ്മുടെ മുഖത്തേക്ക് ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കാറുണ്ടല്ലേ. അതായത് നമ്മുടെ മുഖത്ത് ശ്രദ്ധിക്കാൻ ഒരു ആകർഷണീയത നമ്മുടെ മുഖത്തിന് വേണം. ആ ആകർഷണീയത ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മുഖത്തേക്ക് ആളുകൾ ശ്രദ്ധിക്കുകയുള്ളൂ. അത് സൗന്ദര്യം കൊണ്ടല്ല, അല്ലെങ്കിൽ നിറം കൊണ്ടല്ല ആ ആകർഷണീയത ഉണ്ടാകുന്നത്. ആ ആകർഷണീയത നമ്മുടെ മുഖത്തു നിന്ന് സ്ഫുരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ചൈതന്യം കൊണ്ടാണ് എല്ലാവരും നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നത്. ഇങ്ങനെ നോക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇനി എങ്ങനെയാണ് അങ്ങനെ ഒരു സിദ്ധി, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിന് അങ്ങനെയൊരു ഐശ്വര്യം എല്ലാവരും നോക്കുന്ന രീതിയിൽ നമ്മുടെ മുഖത്തെ എങ്ങനെ ചൈതന്യവത്താക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. വിശ്വാസമുള്ളവർക്ക് ഇത് ചെയ്യാം. എന്തായാലും ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയെങ്കിൽ ഇങ്ങനെയുള്ള നല്ല നല്ല അറിവുകൾക്ക് നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്കത് ചോദിക്കുകയും ചെയ്യാം. നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ആകർഷണീയത, ആ ആകർഷണീയത കൊണ്ട് പല രീതിയിലുണ്ടാകാം. പലതരത്തിലുള്ള ഉപാസനാ മന്ത്രങ്ങൾ എടുത്തിട്ടുള്ള ആളുകളുടെ മുഖത്തിന് ആ തേജസ് ഉണ്ടാകാം. എന്തായാലും ഒരു സ്ത്രീത്വം എന്ന് പറയുന്ന വിളങ്ങുന്ന മുഖമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ പലതരത്തിലുള്ള കോസ്മെറ്റിക്സും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് നമുക്ക് ഈ സ്ത്രീത്വം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാനായിട്ട് സഹായിക്കില്ല. മറിച്ച് നമ്മുടെ പുരാണങ്ങളിൽ ചില തരത്തിലുള്ള മന്ത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ചില ദേവതകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ആകർഷണീയത എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു ദേവതയാണ് നമ്മളുടെ മുഖത്ത് വിളയാടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടും. എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കും, നമ്മുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കും. ഇനി എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്നല്ലേ? തീർച്ചയായിട്ടും രാവിലെ മുഖം കഴുകുമ്പോഴും പല്ല് തേക്കുമ്പോഴും നിങ്ങൾ കുളി കഴിഞ്ഞ് വന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഈ 3 അവസരങ്ങളിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അതിൻ്റെ ദേവതയാണ് നിങ്ങൾക്ക് ആകർഷണീയത തരുന്നത്. ഇപ്പം രാവിലെ നമ്മൾ മുഖം കഴുകുമ്പോൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഏത് മന്ത്രം ജപിക്കണമെന്ന് ശ്രദ്ധിക്കുക. പുരുഷന്മാരാണെങ്കിൽ ഓം ക്ലീം കാമദേവായ നമ. മന്ത്രം ഒന്നുകൂടെ പറയാം. ഓം ക്ലീം കാമദേവായ നമഃ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് കയ്യിൽ വെള്ളമെടുത്ത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങളുടെ മുഖത്തൊഴിച്ച് മുഖം കഴുകുക. പല്ല് തേക്കുമ്പോഴും നിങ്ങൾ ഈ മന്ത്രം മനസ്സിൽ ഉരുവിടുക. കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴും പൊട്ട് അതുപോലെയുള്ള ചന്ദനക്കുറികളൊക്കെ അണിയുമ്പോഴും ഈ മന്ത്രം ചെയ്യുക. ഇനി സ്ത്രീകൾ ഈ കാമദേവന്റെ മന്ത്രമല്ല ജപിക്കേണ്ടത്. സ്ത്രീകൾ ജപിക്കേണ്ടത് രതിയുടെ മന്ത്രമാണ്. അതായത് കാമദേവന്റെ ഭാര്യയായിട്ടുള്ള രതീദേവിയുടെ മന്ത്രമാണ് സ്ത്രീകൾ ജപിക്കേണ്ടത്. അപ്പോൾ സ്ത്രീകൾ രാവിലെ മുഖം കഴുകുമ്പോൾ ഈ വെള്ളം എടുത്ത് അതിലേക്ക് നോക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കി ഒരു 5 ഉരു അല്ലെങ്കിൽ 7 ഉരു ഓം ക്ലീം രതിയേ നമ എന്ന മന്ത്രം ജപിച്ച് മുഖത്ത് വെള്ളമൊഴിക്കുക. പല്ല് തേക്കുമ്പോൾ നിങ്ങളുടെ പല്ലിനും ആ ചിരിക്കും ആകർഷണീയത ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ മുഖത്തിൽ ശ്രദ്ധിക്കും. അപ്പോൾ ആ ചിരിയിലേക്ക് നിങ്ങളെ ആ ദേവിയെ കൊണ്ടുവരിക, പല്ലിലേക്ക്. അപ്പോൾ ഓം ക്ലീം രതിയേ നമഃ എന്ന മന്ത്രം പല്ല് തേക്കുമ്പോഴും ഉപയോഗിക്കുക. പിന്നെ കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിങ്ങളുടെ മുഖം തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് ഈ മന്ത്രം ഒരു 11 വട്ടം നിങ്ങൾ ജപിക്കുക. തീർച്ചയായും നിങ്ങൾ നോക്കിക്കോളൂ, ഒരു 7 ദിവസം കൊണ്ട് നിങ്ങളുടെ മുഖത്തിന് വളരെ വശ്യമായ ചാരുതയുണ്ടാകും. സ്ത്രീകൾക്കും ഉണ്ടാകും, പുരുഷന്മാർക്കും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ അറിവിലേക്കായി സമർപ്പിക്കുന്നു. എല്ലാവർക്കും ആർദ്രമായ നന്ദി.